അങ്ങനെ തരുൺമൂർത്തി ഡയറക്ട് ചെയ്ത ലാലേട്ടൻ പടം തുടരും കണ്ടു. നമ്മുടെ തൃശ്ശൂർ രാഗത്തിലാണ് കണ്ടത്. ഫാൻ ഷോ ആയിരുന്നു. ഒരുപാട് നാളായിട്ടുള്ള മിസ് ചെയ്യണ ലാലേട്ടനെ. അതായത് ലാലേട്ടന്റെ പടം ലാസ്റ്റ് ഫാൻ ഷോ കണ്ടിട്ട് അല്ലെങ്കിൽ നോർമൽ ഷോ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് തൃപ്തി നൽകിയ പടം ലൂസിഫർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന എല്ലാ പടങ്ങളും ഒന്നെങ്കിൽ ഫസ്റ്റ് ഹാഫ് വന്നാവും, അല്ലെങ്കിൽ 1-2 സീൻ വന്നാവും. ബാക്കി നമുക്ക് ഒരു പൂർണ്ണ തൃപ്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ലാസ്റ്റ് ഇറങ്ങിയ എമ്പുരാൻ പോലും. എമ്പുരാൻ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമുള്ള പടമല്ല. ഒരുപാട് കോടികളൊക്കെ നേടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് താല്പര്യം ഒരു പടമായിരുന്നില്ല. പക്ഷെ സത്യത്തില് ലാലേട്ടൻ ഒരു കംബാക്ക് എന്ന് പറഞ്ഞ കാത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പടത്തിനായിരുന്നു. അതും നല്ല വൃത്തിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ഒരു കഥയോ ഇതുവരെ കാണാത്ത ട്വിസ്റ്റുകളോ സംഭവം ഒന്നല്ല. ഒരു നോർമൽ പടം, ഒരു നോർമൽ കഥ, ഒരു ഫാമിലി പടം, ഒരു ഫാമിലി ഡ്രാമയുടെ പടം, ചെറിയതായിട്ട് ഇമോഷണലൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു പടം. പക്ഷെ അത് നല്ല വൃത്തിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പടം തുടങ്ങിയിട്ട് അതിന്റെ ടൈറ്റിൽ കാർഡ് കാണിക്കും. ടൈറ്റിൽ കാർഡ് കഴിയുമ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. അത് കണ്ടു തുടങ്ങുമ്പോൾ നമുക്കറിയാം പടം എന്തായാലും നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവുന്നു. ഇവരെ തട്ടിക്കൂട്ട് പടം അല്ലാണ്ട് എടുത്തു വെച്ചിരിക്കുന്ന പടമാണ്. ഫസ്റ്റ് ആ ടൈറ്റിൽ കാർഡ് കണ്ടാൽ അറിയാം. പിന്നീട് ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ ലാലേട്ടൻ ശോഭന കോമ്പടെ കുറച്ച് പരിപാടികളൊക്കെ കാണിച്ച് ഏകദേശം ദൃശ്യത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ പോലെ മീന ലാലേട്ടൻ കോമ്പോ ഒക്കെ പോലെ ഇത് കുറച്ചും കൂടി വളരെ കുറച്ച് കളിചിരികളും തമാശകളും സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ലാലേട്ടൻ കാണാൻ തന്നെ ഒരു പ്രത്യേക എന്താ പറയാ ഒരു പ്രത്യേക സുഖമാണ് അങ്ങനെ ലാലേട്ടൻ കാണാൻ. കുറച്ച് കളിചിരിയും ഒരു തമാശയൊക്കെ ഉള്ള ലാലേട്ടൻ കാണാനായിട്ട്. പിന്നീട് ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി കഥയിലൊക്കെ പോക്ക്. പക്ഷെ തിയേറ്റർ സാധാരണ ഈ അടുത്ത് കണ്ട ലാലേട്ടൻ പടത്തിനൊക്കെ ലാലേട്ടൻ വരുന്ന സമയത്ത് ഭയങ്കര കയ്യിലും സംഭവമൊക്കെ ഉണ്ടാവും. ഇന്റർവ്യൂടൊക്കെ ആകുമ്പോൾ അത് താഴും. സെക്കൻഡ് ഹാഫിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ക്ലൈമാക്സിൽ പിന്നെ കഴിയുമ്പോഴേക്കും ആൾക്കാര് പോയി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഈ പടത്തിന് അങ്ങനെ ആയിരുന്നില്ല. ഈ പടത്തിന് സെക്കൻഡ് ഹാഫിലായിരുന്നു ഇൻട്രോയ്ക്കും ബാക്കി പരിപാടിയൊക്കെ കാണിച്ചാലും ഭയങ്കര കയ്യടിയൊക്കെ. കാരണം തിയേറ്ററൊക്കെ ഒരുമിച്ച് എനിക്ക് കയ്യടിക്കുക. അപ്പൊ നമുക്ക് ഈ രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ വരിക. അറിയാണ്ട് തന്നെ ചില സീൻ കാണുമ്പോൾ കണ്ണറിഞ്ഞു പോകുക. കാരണം നമ്മൾ ലാലേട്ടൻ ഈ കോട്ടും സൂട്ടിട്ടും എപ്പോഴും മുണ്ട് മടക്കി കുത്തി മീശ ലാലേട്ടനല്ല. ഇങ്ങനത്തെ കുറച്ച് ലാലേട്ടനെ കുറച്ച് അഭിനയ നിമിഷം കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് ഇതിലെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിലത്തെ ഒരു ക്യാരക്ടർ ജോർജ് സാർ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നമുക്ക് പടത്തിന് ആള് വന്നിട്ട് ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് വിചാരിക്കും ഏതൊരു ഇടാവുമെന്ന് വിചാരിക്കും. കാരണം ഭയങ്കര രസമാണ് ആളുടെ സംസാരമൊക്കെ. ആള് സംസാരിച്ചിട്ട് ആള് ലാലേട്ടൻ പോകുമ്പോൾ നമുക്ക് എന്തൊരു ഭയങ്കര ടെൻഷനും ഒരു പേടിയൊക്കെ പോലെ തോന്നും. കാരണം ആളൊരു ഒരു ഭയങ്കര സംസാരമാണ്. ശരിക്കും ഒരു പോലീസ് ഓഫീസറൊക്കെ പോലെ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു. അതുപോലെ ബിനു പൊപ്പം നന്നായിട്ടുണ്ടായിരുന്നു, ശോഭന നന്നായിട്ടുണ്ടായിരുന്നു, അതുപോലെ ചെല്ലട നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ബീജിയം നല്ല രസം ഉണ്ടായിരുന്നു. ബീജിയം ഒക്കെ ഇങ്ങനെ കെട്ടുന്ന് പറക്കിണ്ടായിരുന്നു. കിടന്ന് ചില സ്ഥലത്തൊക്കെ പറക്കേണ്ട സ്ഥലത്ത് പറപ്പിച്ച് നല്ല രസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇമോഷൻസ് എങ്ങനെ കണക്ട് ചെയ്യണം, ഏത് രീതി കണക്ട് ചെയ്യണം ആ രീതി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ചെറിയ മുണ്ടിടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അത് അതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംഭവമല്ല. ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ആവശ്യം വന്നപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിന്റെ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. കാരണം പണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ആവശ്യമുള്ള സമയത്താണെങ്കിൽ ഓട്ടോമാറ്റിക് കയ്യടി വരും. അല്ലാണ്ട് ഇതിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കയ്യടി വരാറില്ല. ലാലേട്ടൻ ഒരുപാട് പടം ഇറങ്ങിയ പടങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. തരുൺമൂർത്തി നല്ല വൃത്തിയിൽ എടുത്തിട്ടുണ്ട്. മറ്റേ ഓപ്പറേഷൻ ജാവ സൗദികളൊക്കെ നമുക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ലാലേട്ടൻ വെച്ച് ചെയ്യുമ്പോൾ ഒരു ഫാൻ ബോയ് വെറുതെ ഇങ്ങനെ തട്ടിക്കൂട്ട് പടാവുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല വൃത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ കുറെ സീൻസ് ഒക്കെ കാണിക്കുന്ന സീൻസും എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു. എല്ലാ രീതിയിലും സാറ്റിസ്ഫൈ ചെയ്തിട്ട് തീർന്ന് ഇറങ്ങുന്ന ഒരു സിനിമയായിരുന്നു തുടരും. അപ്പൊ എന്തായാലും നിങ്ങൾ പടം കാണണമെങ്കിൽ എന്തായാലും അടുത്തുള്ള ക്രൗഡ് നന്നായിട്ടുള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിച്ചോളൂ. കാരണം അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്രൗഡിന്റെ ഒപ്പം കാണുമ്പോൾ കുറച്ച് വാവ് ഫാക്ടറി എന്ന പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങളൊരു ലാലേട്ടൻ ഫാനാണ്, ലാലേട്ടൻ പടം കാണാൻ താല്പര്യമാണ്, ഫാമിലി പടം കാണാൻ താല്പര്യമാണെങ്കിൽ എന്തായാലും ടിക്കറ്റ് എടുത്തോ. എന്തായാലും ഒരു ഷുഗർ ബ്ലോക്ക് ഈ പടം എന്തായാലും ഒരു ഷുഗർ ബ്ലോക്ക് ബസ്റ്റർ ആണ്. അത് കുറഞ്ഞൊന്നും എന്തായാലും സംഭവിക്കാൻ പോകില്ല. അപ്പൊ എന്തായാലും പടം കണ്ടിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോളൂ. ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇത് ഏത് ജോണർ പടമായിട്ടാണ് തോന്നിയത്? ഇത് ഒരു ഫാമിലി ഡ്രാമ, ഫാമിലി ഇമോഷണൽ ഡ്രാമ. ഈ ശോഭന എങ്ങനെയുണ്ടായിരുന്നു? ശോഭന സാധാരണ ശോഭന പോലെ നല്ല റോൾ ഉണ്ടായിരുന്നു. അതായത് നമ്മള് ഈ തമിഴ് പടത്തില് നയൻതാരൊക്കെ വരുന്ന പോലെയാണോ? അങ്ങനെയൊന്നുമല്ല. നയൻതാര പടത്തിൽ സാധാരണ നയൻതാര എന്ന് പറഞ്ഞപ്പോൾ ഇതില് ശോഭന്റെ റോൾ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം റോളൊക്കെ ഉണ്ടാവും. സെക്കൻഡ് ഹാഫിൽ ശോഭന്റെ റോള് കുറച്ച് കുറവായിരുന്നാലും ലാസ്റ്റ് സമയമാകുമ്പോ അത്യാവശ്യം റോളൊക്കെ ഉണ്ടാവും. ക്യാമിയോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ക്യാമിയോ ചെറിയ ക്യാമിയോ. അത് അത്ര വലിയ ആൾക്കാരൊന്നുമല്ല. ഇപ്പൊ ഈ ദൃശ്യ മോഡൽ പോലെ നമ്മൾ ട്രെയിലർ കണ്ടത് പോലെ തന്നെയാണോ? അത് ട്രെയിലറിൽ കാണാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു? കാര്യങ്ങളുണ്ടായിരുന്നു. അത് വലിയ ട്വിസ്റ്റുകളും സംഭവമൊന്നുമല്ല. എക്സ്പെക്ട് ചെയ്ത് പോകണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നില്ല. ട്വിസ്റ്റുകളും സംഭവമൊന്നുമില്ല. നോർമൽ പടം പോലെയാണ് പടം. ഒരു ഫാമിലി പടം തന്നെ. ഫാമിലി ഇൻസിഡന്റ് നടക്കുന്നു, പിന്നെ തുടർന്നുള്ള സംഭവങ്ങൾ. പക്ഷെ ദൃശ്യം ഈ സെയിം പാറ്റേൺ ആണെങ്കിൽ പോലും ദൃശ്യത്തിൽ സെക്കൻഡ് ഹാഫ് ഫുള്ള് നമുക്ക് ഇങ്ങനെ മുൾമുന ഒരുപാട് സംഭവം ഉണ്ടാവും. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു മോഡലാണോ? ഇൻവെസ്റ്റിഗേഷൻ ഒന്നല്ല. ഇൻവെസ്റ്റിഗേഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഒരു മിസ്റ്ററി ഉണ്ട്, ചെറിയൊരു മിസ്റ്ററി ഉണ്ട് പരിപാടി. പക്ഷെ നമ്മൾ ഇതുവരെ കാറിന്റെ പ്രാധാന്യം എന്തായിരുന്നു? കാറിന് ഫുൾ പ്രാധാന്യമുണ്ട്. കാറാണ് മെയിൻ പരിപാടി ഫുള്ള് കാറിലാണ്. ഓക്കെ, ശരി.